ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടല റോസ്റ്റ് ചെയ്യുന്ന കടല. അപ്പോൾ ഞാനൊരു 1/2 കിലോ കടല ഒരു 8 മണിക്കൂർ കുതിർത്ത് അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറിപ്പോയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുഴുവൻ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൽ കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു 4 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മൈദാപ്പൊടി ഒരു 4 സ്പൂൺ, കോൺഫ്ലവർ പൊടി ഒരു 2 സ്പൂൺ, കോട്ടിങ്ങിന് ആവശ്യമുള്ളത് അതും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് നന്നായിട്ട് അതിങ്ങനെ കുഴച്ചെടുക്കണം. അതിനുശേഷം പാനടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അത് ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ച്, കുക്കിംഗ് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് എണ്ണ തിളച്ച് വന്നതിന് ശേഷം ഇത് കുറച്ചിട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പ്രാവശ്യം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു 10-15 മിനിറ്റെങ്കിലും എടുക്കും ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ഇട്ടപ്പോൾ എനിക്കത് കറക്റ്റ് മനസ്സിലായില്ല. പിന്നീട് അത് ഞാൻ ആദ്യമായിട്ട് ഫ്രൈ ചെയ്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയാലേ അത് കുറച്ച് ദിവസമൊക്കെ നമുക്കൊരു മാസമൊക്കെ വെച്ച് എന്നിട്ട് കഴിക്കാൻ ചായയുടെ കൂടെ വെറുതെ അങ്ങനെ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ഇത് പല പ്രാവശ്യമായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മൈദ, കോൺഫ്ലവർ, ഇത്രയാണ് അതിന് കോട്ടിങ്ങിന് ആവശ്യമുള്ള മസാല ഇടുന്ന. ആവശ്യത്തിന് ഉപ്പും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുഴുവൻ വെളുത്തുള്ളി, അത് ഇതളുകളാക്കിയ വെളുത്തുള്ളി ഇട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് പല പാർട്ടായിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതിന് ശേഷം കുറച്ചധികം പച്ചമുളക് 2ആയിട്ട് കീറിയതും, മല്ലിയില കുറച്ചധികം, കുറച്ച് കറിവേപ്പിലയും അധികം ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ ഇട്ട് അത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. പച്ചമുളകും കറിവേപ്പിലയും ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്നതിലൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ആംചൂർ പൗഡർ ഇത്ര മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തതിലിട്ട് ഇതും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ചായയുടെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും